നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഗെറ്റ് സെറ്റ് ബേബി തിയേറ്ററുകളിലേക്ക് എത്തി. ഉണ്ണി മുകുന്ദൻ്റെ പുതിയ ചിത്രമായിരുന്നു. ചിത്രത്തിന് മികച്ച പ്രതികരണം തന്നെയാണ് എല്ലാവർക്കും അടുത്തുനിന്നും കിട്ടിയത്. എല്ലാ തിയേറ്റർ റെസ്പോൺസും പോസിറ്റീവായിരുന്നു, റിവ്യൂസ് എല്ലാം പോസിറ്റീവായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി വന്ന അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ നെഗറ്റീവായി. അശ്വന്ത് കോക്കിന് ഇപ്പോൾ 2 റിവ്യൂ ടൈപ്പിലാണ് ആൾക്കാർ കാണുന്നത്. ഒന്ന് പോസിറ്റീവ് റിവ്യൂ, ഒന്ന് നെഗറ്റീവ് റിവ്യൂ. അശ്വന്ത് കോക്കിൻ്റെ നെഗറ്റീവ് റിവ്യൂ. അശ്വന്ത് കോക്ക് ഇതിൽ കാണിച്ചത് ഏറ്റവും വലിയ തെറ്റാണെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചിത്രത്തിൻ്റെ കഥയെ പറഞ്ഞ് സിനിമയെ സ്പോയിലറാക്കി. ഈ ചിത്രത്തിൻ്റെ കഥ എന്താണെന്നുള്ളത് ചിത്രത്തിൽ ഈ റിവ്യൂ വഴി പറഞ്ഞു. റിവ്യൂ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിത്രത്തിൻ്റെ കഥ പറയുക എന്നല്ല. ചിത്രത്തിൻ്റെ ആദ്യം എന്താണ്, അവസാനം എന്താണ്, ഇതിൻ്റെ ഇടയിൽ എന്താണ്, ഇടയിൽ എന്തിനു വന്നു. അപ്പം ഞാൻ ഈ ചോദിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഇറങ്ങിയ ചിത്രം അത് ഇന്നലെ തന്നെ എല്ലാവർക്കും കാണാൻ കഴിയില്ല. ഇനി നാളെയോ മറ്റന്നാളോ കാണാനിരിക്കുന്നവർ കാണും. പ്രധാനമായിട്ടും എല്ലാവരും ഞായറാഴ്ച നാളെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അവർക്കും ഇനിയുള്ള എല്ലാ ദിവസവും കാണാനിരിക്കുന്നവർക്കും ഒരു എന്താണ് പറഞ്ഞ, ഒരു സിനിമയെക്കുറിച്ചുള്ള വിവരം, എന്താണ് ആ സിനിമ കണ്ടതെന്നുള്ളൊരു കഥ പറയും പോലെ വന്ന് പറഞ്ഞു കൊടുത്തു. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിവ്യൂ കാണണ്ടെന്ന് പറയും. നമ്മൾ ചെന്ന് നോക്കിയാലല്ലേ കാണുള്ളൂ എന്ന് പറയും. നമ്മൾ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴോ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോഴോ എപ്പോഴെങ്കിലും നമ്മൾ ഈ റിവ്യൂ നമ്മുടെ ഇടയിലോട്ട് കയറി വരും. അപ്പോൾ ഈ റിവ്യൂ പ്രധാനമായിട്ടും ഈ സിനിമ ഇനി ആരും കാണണ്ട, അല്ലെങ്കിൽ സിനിമയുടെ ട്വിസ്റ്റ്, അല്ലെങ്കിൽ സിനിമയുടെ ഒരു സീക്രസി അത് പുറത്താക്കണമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. തുടക്കത്തിൽ തന്നെ നമ്മളെ ലാലേട്ടനെ അപമാനിച്ച് 3-4 വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. 46 വർഷമായി അനശ്വരമായ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളത്തിൽ നിൽക്കുന്ന ലാലേട്ടൻ അങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പം നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്, അത്ഭുതം തോന്നാറുണ്ട്, ക്യാരക്ടറായിട്ടൊക്കെ തോന്നാറുണ്ട്. ഇതവർ മിമിക്കായിട്ട് കാണിച്ചാലും, മിമിക്രി കാണിക്കുന്നവർ കാണിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അശ്വന്ത് കാണിക്കുന്ന കോമാളിത്തരമാണ്. കാര്യം ഇങ്ങനെയല്ല ലാലേട്ടൻ സംസാരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ചിത്രത്തിൻ്റെ ഏറ്റവും അവസാനം ഇങ്ങനെ ഒരു ഭാഗം വന്നില്ലേ, ചിത്രത്തിൻ്റെ ഇടയിൽ ഇങ്ങനൊരു കാര്യം നടന്നില്ലേ, ഇതൊക്കെ സിനിമയുടെ കഥയല്ലേ. ഈ കഥയൊക്കെ പറയാനാണെങ്കിൽ ഇവർക്ക് ടീസറിലൂടെയും ട്രെയിലറിലൂടെയും ഇതെല്ലാം അങ്ങ് കാണിച്ചുകൂടെ? അല്ലെങ്കിൽ ക്യാരക്ടർ റിവീൽ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് വന്നത്, ഈ ചിത്രത്തിൽ ഞാൻ ഇങ്ങനെ അഭിനയിച്ചു എന്നങ്ങ് പറഞ്ഞിട്ട് പോയാൽ പോരെ? എന്തുകൊണ്ടാണ് അവർ ടീസറും ട്രെയിലറും ക്യാരക്ടർ റിവീലിംഗ് ചെയ്ത് സിനിമയെക്കുറിച്ചുള്ള ഒരു കണ്ടന്റ് പറഞ്ഞിരുന്നത്? ഇതാണ് ചിത്രം. ഈ ചിത്രം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് IVF-നെ കുറിച്ചും സർഗോട്ടിയെ കുറിച്ചുമാണെന്ന് ഇവരിലുള്ള മെമ്പേഴ്സ് തന്നെയാണ് പറഞ്ഞത്. ആ ഒരു വിഷയം എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞ് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ട്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അതായത് ഒരാളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, മാക്സിമം രീതിയിൽ, നല്ല രീതിയിലാണ് ആ ഒരു വിഷയം സൊസൈറ്റിയിലോട്ട് പങ്കുവച്ചത്. കാരണം സൊസൈറ്റിയുടെ മുമ്പിൽ IVF അല്ലെങ്കിൽ സർഗോട്ടി, കുട്ടികളുണ്ടാവാതിരിക്കുക, പ്രഗ്നൻസി, ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പം മുഖം ചുളിയും. അത് ഇന്നെന്നല്ല, ഇനി എല്ലാ കാലത്തും ചുളിയും. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥമായൊരു കാര്യം അതൊരു ഫാമിലിയിൽ വരുമ്പം എന്തായിരിക്കും, ഇത് കൈകാര്യം ചെയ്യുന്ന ഡോക്ടറിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ അവസ്ഥ എന്താവും എന്നുള്ളത് ഇതിനെക്കാട്ടിയും വ്യക്തമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. പ്രധാനമായിട്ടും നമ്മളൊരു ചുംബന രംഗങ്ങളോ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളോ ഇങ്ങനെ ഒന്നും കാണിച്ച് എന്താണ് പറഞ്ഞത്, ഫാമിലി എൻ്റർടൈനർ അല്ലാതാക്കി മാറ്റിയിട്ടില്ല. എല്ലാ തരത്തിലും ഒരു ഫാമിലിക്ക് കയറണമെന്നുള്ള എല്ലാ രീതിയിലുമാണ് ഈ ചിത്രത്തിൻ്റെ ഈ ഐഡിയ അവർ കൺവേ ചെയ്ത് കാണിച്ചത്. ഇൻഫോർമേറ്റീവുമാണ്, എന്നാൽ എൻ്റർടൈൻമെൻറ്റുമാണ്. ഇത്രയും രീതിയിൽ വളരെ എഫോർട്ട് എടുത്ത് ചെയ്ത ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ മുഴുവൻ കഥയും ഈ എന്താ പറയുക, റിവ്യൂ എന്നും പറഞ്ഞുകൊണ്ട് വന്നിരുന്ന ചിത്രത്തിൻ്റെ കഥ പറയുക എന്നുള്ളതല്ല, ചിത്രത്തിനെ നശിപ്പിക്കുക എന്നുള്ള പ്രധാനമായ ലക്ഷ്യം കണ്ടാണ്. കാര്യം മുൻപ് ചെയ്യുന്ന റിവ്യൂകളിലൊന്നും ഇങ്ങനെ പറയാറില്ലല്ലോ. അതിനെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ ഇതിലെ എന്താണ് പറഞ്ഞാൽ ഓരോ അഭിനയിച്ചതിന് ഉണ്ണി മുകുന്ദന് മലയാളം പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തില്ല, ഉണ്ണി മുകുന്ദൻ സംസാരിക്കുന്നത് ശരിയല്ല, നിഖില വിമലിൻ്റെ മുഖത്ത്, ബാക്കി എല്ലാ സിനിമയിലും നിഖില വിമൽ നല്ല അഭിനയം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ ഇതിൽ നിഖില വിമൽ കൊള്ളത്തില്ല. കാര്യം ചിത്രം മേക്ക് ചെയ്യുന്നവർക്ക് അറിയില്ല, മേക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ എന്നൊരു രീതിയിൽ പറഞ്ഞ് അതിലെ ഓരോ ആൾക്കാരുടെയും, അതിൽ അഭിനയിച്ച ഓരോരുത്തരുടെയും ക്യാരക്ടർ, പിന്നെ അതിനകത്ത് ഏത് ക്യാരക്ടറായിട്ടാണ് വന്നത്, പിന്നെ എന്തൊക്കെയാണ് അതിനകത്ത് നടന്നതെന്നൊക്കെ പറഞ്ഞ് ഈ ചിത്രം കൊള്ളില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇനി ആളുകൾ കാണാൻ കയറണ്ട എന്നൊരു തരത്തിലൊരു നെഗറ്റീവ് ആക്കാനുള്ള ശ്രമം. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ്റെ ചിത്രങ്ങൾക്കും ലാലേട്ടൻ്റെ അഭിനയത്തിനും ലാലേട്ടൻ്റെ സംസാരത്തിനും ഒക്കെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പം
ഒരുപക്ഷെ ഈ ശബ്ദം കേട്ടത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചിത്രത്തിനെ ഇപ്പം ഈ ചിത്രം കണ്ടിട്ട് അറിയാം, അതിൽ പറയുന്നുണ്ട് സ്മോക്ക് ചെയ്യുന്ന ഒരു വിഷയം പറയുന്നുണ്ട്. എനിക്കത് പറയുന്നത് ഇഷ്ടമില്ല, കാരണം സ്പോയിലർ കണ്ടനാണ്. പക്ഷേ ചിത്രത്തിനകത്ത് ഉണ്ണിമുകുന്ദൻ സ്മോക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇല്ല, ഇങ്ങനെ ഓരോ ഘട്ടം പറയുമ്പം ഇതിന്റെ താഴെ വന്ന് ഓരോരുത്തർ കമന്റ് ചെയ്യണം, അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലേ. ഇത് പറഞ്ഞ് എന്ത് ചെയ്യണം, ആ ചിത്രം 2-3 ദിവസത്തിനകം ചിത്രത്തിന്റെ ഒരു എന്താണ് പറഞ്ഞ ഒരു അവർ അത്രയും നല്ല രീതിയിൽ ക്രിസ്റ്റൽ ക്ലിയറായി ക്രിയേറ്റ് ചെയ്തൊരു ചിത്രത്തിന് ഒന്നുകിൽ അതിന്റെ കഥ പുറത്താക്കി, അയ്യോ ഇത് കാണാൻ പോകണ്ട, റിവ്യൂ വഴി എല്ലാം മനസ്സിലായില്ലേ എന്ന് തോന്നിക്കുക, അല്ലെങ്കിൽ ഇതെന്താണ് അത്ര നല്ലതൊന്നുമില്ല, മേക്കിംഗ് ഒന്നും കൊള്ളത്തില്ല എന്നാക്കി മാറ്റുക. ഇതല്ല ഒരു റിവ്യൂവർ ചെയ്യേണ്ടത്. ചിത്രത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടും പറയാം, നെഗറ്റീവായിട്ടും പറയാം. പക്ഷേ ചിത്രത്തിന്റെ കഥ വിളിച്ചു പറയുന്നത് വളരെ മോശമായ പരിപാടിയായി. സൊസൈറ്റിയുടെ മുമ്പിൽ നമുക്ക് എത്ര നല്ല രീതിയിൽ ഈ വിഷയം റെപ്രസെന്റ് ചെയ്യാമോ അത്ര നല്ല രീതിയിൽ തന്നെയാണ് ഈ വിഷയം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞ് ഒരു ചിത്രത്തിനെ നശിപ്പിക്കുന്നത്? ചിത്രം ഇന്നലെ തിയേറ്ററിലോട്ട് വന്നതല്ലേ ഉള്ളൂ. 2-3 ദിവസം കഴിഞ്ഞാലും ആളുകൾക്ക് കയറി കാണണമല്ലോ. ഇനിയാണല്ലോ കാണാൻ പറ്റില്ല. റിലീസിങ് ഡേറ്റിന്റെ അന്നല്ലല്ലോ ചിത്രം റിലീസിങ് ഡേറ്റ് കഴിഞ്ഞ് ആ ഡേറ്റിൽ മുതൽ അങ്ങോട്ടാണല്ലോ ചിത്രം കണ്ടു തുടങ്ങുന്നത്. അപ്പം അവർക്കും കാണണ്ടേ? ആദ്യത്തെ ദിവസം വേണമെങ്കിൽ വന്ന് കണ്ടു, അല്ലെങ്കിൽ ഞാൻ അതിനകത്തേക്ക് റിവ്യൂ പറഞ്ഞ് ഞാൻ എൻ്റെ റിവ്യൂ ഞാനങ്ങ് പറഞ്ഞ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അങ്ങ് ഇടും. പിന്നെ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ പറയുന്നത്. പക്ഷേ ഈ ഒരു ചിത്രം നല്ലൊരു കിടിലം ഫാമിലി എൻ്റർടൈനറാണ്. അത് ഈ റിവ്യൂ പറഞ്ഞ് നശിപ്പിക്കാൻ ദയവേത് ശ്രമിക്കരുത്. ഇത് കേട്ട് റിവ്യൂ പറഞ്ഞ് നശിപ്പിക്കുന്ന, റിവ്യൂ പറഞ്ഞെന്ന് പറഞ്ഞ് ചിത്രം നശിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഈ ചിത്രം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ.